നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. ലഹരി വിൽപ്പനക്കാരുടെ വസ്തുവകകൾ കണ്ടെത്തി കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓപ്പറേഷൻ തൂഫാന് തുടക്കം. മധ്യനയത്തിൽ ഇടത് സർക്കാരിന് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻമന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രി VD സതീശൻ സെൽഫ് ഗോൾ അടിക്കുന്നു. കോട്ടയത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ. ഉടുപ്പി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. അന്നേ ദിവസം 400ഓളം പേർ ഭക്ഷണം കഴിച്ചിരുന്നതായി ഹോട്ടൽ ഉടമ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ചെങ്ങളം SH സ്കൂളും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും റാലിയും ആവേശത്തോടെ കുട്ടികൾ. ലഹരി വിൽപ്പനക്കാരുടെ വസ്തുവകകൾ കണ്ടെത്തി കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കാഞ്ഞിരപ്പള്ളി മണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ലഹരി വിരുദ്ധ ജനകീയ പ്രചരണ പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും പങ്കുചേർന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൊൻകുന്നത്ത് എത്തിയ ആഭ്യന്തരമന്ത്രിയെ തുറന്ന ജീപ്പിൽ പാരിഷ് ഹാളിലേക്ക് ആനയിച്ചു. ബാൻഡ് മേളത്തോടെയായിരുന്നു സ്വീകരണം. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മരണത്തിന്റെ വ്യാപാരികളായ ലഹരി വിൽപ്പനക്കാർക്കെതിരെ സന്ധിയില്ലാ പോരാട്ടമാണ് സർക്കാർ നടത്തുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജൂൺ 2-ന് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് ശേഷം സംസ്ഥാനത്താകെ 4500 പേരെ വിവിധ ലഹരി മരുന്ന് കേസുകളിലായി അറസ്റ്റ് ചെയ്തു. ലഹരി വിൽപ്പനക്കാരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ 4000-ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു. കാപ്പ പോലുള്ള നിയമങ്ങൾ ഞങ്ങൾ അവരുടെ പേരിൽ പല ആളുകളുടെ പേരിൽ നിന്ന് രജിസ്റ്റർ ചെയ്യും. അവരുടെ പ്രോപ്പർട്ടികൾ, അവരുടെ വസ്തുവകകൾ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് ഈ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇവരെ വെറുതെ വിടില്ല, ഒരു സംശയവും വേണ്ട. ഓപ്പറേഷൻ തൂഫാന് 3 ഘടകങ്ങളാണുള്ളതെന്നും മയക്കുമരുന്ന് ലോബിയുടെ നട്ടെല്ല് തകർക്കുന്ന പ്രവർത്തനം വരുന്ന 5 വർഷക്കാലവും നടത്തുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കാരണം ജനങ്ങൾക്ക് ഒരു ധൈര്യം വന്നിരിക്കുന്നു. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട്. മയക്കുമരുന്ന് ലോബിയുടെ നട്ടെല്ല് തകർക്കാൻ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ്. ഇവർ നിർത്തുക. ഞാൻ എല്ലാവരോടും നിങ്ങൾ നിർത്തണം. ഈ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന ആളുകൾ, വിതരണം നടത്തുന്ന ആളുകൾ, വിൽക്കുന്നവർ, നിങ്ങളിത് നിർത്തണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വിലങ്ങ് വീഴും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി അധ്യക്ഷനായി. ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്നാമതായി കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ 28 ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. അവിടെ 1-ാം ഘട്ടത്തില് വിദഗ്ധരായ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ, ഗതാഗത വകുപ്പുകളുടെ സഹകരണത്തോടുകൂടി ബോധവൽക്കരണ ക്ലാസുകൾ എല്ലാ സ്കൂളുകളിലും എത്തി. ബോധവൽക്കരണ ക്ലാസുകൾ നമ്മൾ വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവരുടെ സേവനങ്ങൾ ഇപ്പോൾ തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2-ാം ഘട്ടത്തിൽ അധ്യാപകർ കണ്ടെത്തുന്ന ലഹരിയിലേക്ക് വഴുതി വീഴുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കുട്ടികൾ, അവർക്ക് വേണ്ടി നമ്മൾ മനഃശാസ്ത്ര വിദഗ്ധരെ ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് പരിപാടികളാണ് 2-ാം ഘട്ടത്തിൽ. 3-ാം ഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ലഹരിയിലേക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വഴുതിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ലഹരി മുക്ത കേന്ദ്രങ്ങളിൽ ചികിത്സ ഉൾപ്പെടെയുള്ളവയാണ് 3-ാം ഘട്ടത്തിൽ. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീം അഹമ്മദ്, വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ, ചിറക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സുനി ജോസഫ് പത്യാല, ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് കൊന്നപ്പള്ളി, കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ്, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം SP KM സാബു മാത്യു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും യജ്ഞത്തിന്റെ ഭാഗമായി.
ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മദ്യനയത്തിൽ ഇടത് സർക്കാരിന് തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻമന്ത്രി VN വാസവൻ. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ ബക്കാടിയുടെ ഫയലിൽ ഒരു തീരുമാനവും എടുത്തിരുന്നില്ലെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. മദ്യനയത്തിൽ പഴയ സർക്കാർ തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻമന്ത്രി VN വാസവൻ. മദ്യവുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയത്. MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോൾ ബക്കാടിയുടെ ഫയലിൽ ഒരു തീരുമാനവും എടുത്തിരുന്നില്ലെന്നും VN വാസവൻ പറഞ്ഞു. ആ പശു ചൂണ്ടിക്കാണിച്ച് അധികാരത്തിൽ വന്നവരെ തിരുത്താനല്ല ശ്രമിക്കേണ്ടത്. അതിന് പകരം അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ UDF ആദ്യം ചെയ്യേണ്ടത് എന്താ? UDFൽ ചർച്ച ചെയ്യില്ല. ആദ്യം സ്വന്തം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യണം. 2 UDFൽ ചർച്ച ചെയ്യണം. അതിനുശേഷം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യണം. അതിനുശേഷമായിരിക്കണം ഇത്തരം കാര്യങ്ങളെല്ലാം വരിക. അതിന് പകരം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായി ഒപ്പിടുന്ന ഒരു ഫയൽ, ഒരുപക്ഷെ 7 സെക്രട്ടറിമാരെ മറികടന്ന് ശരവേഗത്തിൽ ഒരു ഫയൽ 2 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആ ഫയൽ എത്തി എന്ന കാര്യം പറയുമ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. 2016 ഇടതുപക്ഷ സർക്കാർ ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആദ്യം ഒപ്പിട്ട ഫയൽ അതിന് മുമ്പത്തെ UDF ഗവൺമെൻറ് കൊടുക്കാനുണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഫയലും അതുപോലെ തന്നെ മറ്റ് ലൈഫ് പദ്ധതിയുടെ വീടിന്റെ ഫയലുമാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ്ണക്കേസ് അന്വേഷണത്തിൽ കോടതി ഇതുവരെ തൃപ്തിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ VN വാസവൻ പറയുന്നു. SITയിലും കോടതിയിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അക്കാര്യത്തെ സംബന്ധിച്ചോളം അവരെ നിയോഗിച്ചത്. അത് കൃത്യമായി പരിശോധിച്ചു. ഇതുവരെയുള്ള കോടതി സംതൃപ്തിയാണ് എല്ലാ ഘട്ടങ്ങളും രേഖപ്പെടുത്തിയിരുന്നത്. ഇനി നാളത്തെ കഴിഞ്ഞ് കൊടുക്കുമ്പോൾ എന്താ പറയുന്നത് നോക്കിക്കാണാം. അതുകൊണ്ട് കോടതിയിൽ നമുക്ക് വിശ്വാസമാണ്, SITയിലും വിശ്വാസമാണ്. ഏറ്റുമാനൂരിലെ 7 പൊന്നാനകളെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരമാണെന്നും അത് നടക്കട്ടെ എന്നും VN വാസവൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ. ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 4 പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. നഗരസഭാ ഹെൽത്ത് വിഭാഗം ഹോട്ടൽ പരിശോധിച്ച ശേഷം അടച്ചുപൂട്ടി. അതേസമയം അന്നേ ദിവസം 400ഓളം പേർ ഭക്ഷണം കഴിച്ചിരുന്നതായി ഹോട്ടലുടമ പറഞ്ഞു. കോട്ടയത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ. കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ച 4 സ്ത്രീകൾക്കാണ് വിഷബാധ ഉണ്ടായത്. ഭക്ഷണം കഴിച്ച അന്നു മുതൽ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. പിറ്റേന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. ഒരാൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. പൊൻകുന്നം സ്വദേശികൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത്. നഗരസഭ അധികൃതർ പരിശോധന നടത്തി ഹോട്ടൽ താൽക്കാലികമായി അടച്ചുപൂട്ടി. നഗരസഭ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ക്ലീൻ സിറ്റി മാനേജർ TA തങ്കത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും 9 ഹോട്ടലുകളിൽ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയിരുന്നു. അതേസമയം ഹോട്ടലിൽ അന്നു വരുന്ന സാധനങ്ങളാണ് പാചകം ചെയ്യുന്നതെന്ന് ഹോട്ടൽ ഉടമ പറഞ്ഞു. അന്നേ ദിവസം 400ഓളം പേർ ഉടുപ്പി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതായും ഹോട്ടൽ ഉടമ പറയുന്നു. ഇത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഈ സംഭവം നടന്നത്. ഇവിടെ 4 പേര് ഫുഡ് കഴിക്കാൻ, ഒരു 4 പെണ്ണുങ്ങളാണ് വന്നത്. അന്ന് ഫുഡ് കഴിച്ചു നമ്മൾ ഫുഡ് കഴിച്ചതിൽ നമ്മൾ ഡെയിലി ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ അന്നു മേടിക്കുന്ന സാധനവും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെള്ളം അവരോട് മിനറൽ വാട്ടർ കുടിക്കാൻ പറഞ്ഞു. ഇവിടെ വെള്ളം കുടിക്കുന്ന കാര്യം ഇപ്പം മിനറൽ വാട്ടർ ഉണ്ട്, അത് കുടിക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അവർ വേറെ എവിടെ നിന്ന് കാപ്പിയോ വെള്ളം കുടിച്ചിട്ടോ വന്നതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മളെ തന്നെ അന്ന് കഴിച്ച ഇത്ര സമയത്തിനുള്ളിൽ അറിയാമല്ലോ ഇതാണ്. അപ്പോൾ എവിടുന്ന് അത് പറ്റിയെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. നമ്മളിവിടുന്ന് തന്നെയാണെന്ന് പറയാനും പറ്റത്തില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അന്നന്ന് മേടിക്കുന്ന ബില്ല് വരുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അവർ വന്നു, ഇന്നലെ 3 മണിയായപ്പോൾ വന്നു. അവർ കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിൻ്റെ അകത്ത് നമ്മളെ ഒന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ അതിൻ്റെതായ രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ ഈ പ്രശ്നമുള്ളതുകൊണ്ട് കൂട്ടണമെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചെങ്ങളം SH ഹയർ സെക്കൻഡറി സ്കൂളും ലഹരി വിരുദ്ധ ക്ലാസ് പ്രതിജ്ഞാ റാലി എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു. നാടാകെ നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികളിൽ പങ്കാളികളായ സ്കൂളുകളും ചെങ്ങളം SH ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളോടെയാണ് ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികളിൽ പങ്കാളികളായത്. സ്കൂൾ ഹാളിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ശ്രുതി അധ്യക്ഷയായി. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഗോകുലാൽ P ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നിങ്ങളും വളർന്ന് നല്ല പഠിച്ച് മിടുക്കന്മാരായി നല്ല ജോലി സ്ഥാനങ്ങളിലേക്ക് കയറും, നല്ല നിലകളിലേക്ക് എത്തപ്പെടും. ആ സമയങ്ങളിൽ നിങ്ങളുടെ ജോലി എന്തെന്ന് തന്നെ ആയാലും ഈ ലഹരി വിരുദ്ധ പരിപാടികളിൽ നിങ്ങൾ പങ്കാളികളാവണം. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരോ
സാമൂഹിക വിരുദ്ധ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾ കൺസേൺഡ് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യണം. അതായത് സ്കൂളിൻ്റെ ഉള്ളിലാണെങ്കിൽ പ്രിൻസിപ്പലിനോടോ നിങ്ങളുടെ ടീച്ചറിനോടോ ക്ലാസ് ടീച്ചറിനോടോ പറയണം. സ്കൂളിന് പുറത്താണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് പറയണം. അത് നിങ്ങൾ കുറച്ചുകൂടെ വളർന്ന് വലിയ ആളുകളൊക്കെ ആയിട്ട് വരാൻ നേരത്ത് നിങ്ങൾ മറ്റ് ജോലികളിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയോ അറിയിക്കണം. തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശ റാലി നടന്നു. പ്രിവന്റീവ് ഓഫീസർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സൈക്കിൾ റാലി കൂടാതെ പ്ലക്കാർഡുകളും കയ്യിലേന്തി കുട്ടികൾ റാലിയുടെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. യുവമോർച്ച കൂരോപ്പട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനക്ഷേമ ക്യാമ്പ് നടത്തി. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് യുവമോർച്ച കൂരോപ്പട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനക്ഷേമ ക്യാമ്പ് സംഘടിപ്പിച്ചു. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി ഉദ്ഘാടനം ചെയ്തു. വിജയങ്ങളും കൈവരിക്കട്ടെ. ഇവിടെ നിൽക്കുന്ന ഇവിടെ എത്തിച്ചേർന്ന ഒരാളെങ്കിലും ഒരു വലിയ രീതിയിലൊരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ നേട്ടം ഈ കൂരോപ്പട ഉണ്ടാക്കിയാൽ ഞാൻ വീണ്ടും പറയുന്നു, അതാണ് ഏറ്റവും വലിയ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് മാതൃകയായിട്ട് 1-2 പേജിനകത്ത് അതിനെക്കുറിച്ച് സഹായം നമ്മളെ വേണ്ടി. നമ്മളിവിടുന്ന് അപേക്ഷ പൂരിപ്പിച്ച് കൊടുത്തു, അവിടെ സ്കൂൾ ബാങ്ക് അത് നടക്കില്ല. നമ്മുടെ കൂടെ നിന്ന് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കായാൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാതൃകാപരമായ പ്രവർത്തനം ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിട്ടാണ്. CG ഗോപകുമാർ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോബിൻ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് TI വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കത്തോട്. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബിയുടെ ഓഫീസ് പൊൻകുന്നത്ത് പ്രവർത്തനം തുടങ്ങി. സിവിൽ സ്റ്റേഷനിൽ 3ാം നിലയിലാണ് ഓഫീസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റോ ആന്റണി MP, PC തോമസ്, ടോമി കല്ലാനി, ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് TN ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും CDS ചെയർപേഴ്സൺമാർക്കുമായി ശില്പശാല നടത്തി. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ, ബിന്ദു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ചർച്ചയായി ഞാൻ ഇതിനെ കാണുക. ഇതൊരു പൊതുയോഗത്തിലെ ഉദ്ഘാടനവും പ്രസംഗവുമല്ല, കാര്യനിർവഹണം നടത്തുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള സ്വാഭാവികമായ നിങ്ങളുടെ സംശയമുണ്ട്. ആ സംശയത്തിന് പരിഹാരമുണ്ടായി എന്ന് വരികില്ലേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഭരണാധികാരിയാകാൻ പറ്റും. പാലായിൽ മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സൈക്കിൾ റാലി നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30-ലധികം പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻസിന്റെ ഭാഗമായി കെക് ബേക്കേഴ്സും കേരള പോലീസ് പാലാ ഡിവിഷൻ ചേർന്ന് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി കോട്ടയം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ പങ്കെടുത്തു. കെക് ബേക്കേഴ്സ്, കോട്ടയം സൈക്കിൾ ക്ലബ്, കുരിനാട് അഡ്വഞ്ചർ ക്ലബ്, KL34 എന്നീ സംഘടനകളിലെ അംഗങ്ങളാണ് പങ്കെടുത്തത്. പാലാ DYSP K സതൻ റാലിക്ക് തുടക്കം കുറിച്ചു. പാലാ നഗരത്തിലെ വിവിധ വഴികളിലൂടെ സൈക്കിൾ യാത്രക്കാർ ആരോഗ്യകരമായ ജീവിതശൈലിയും മയക്കുമരുന്ന് രഹിത കേരളവും എന്ന സന്ദേശവുമായി സഞ്ചരിച്ചു. പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് റാലിക്ക് ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. ഓപ്പറേഷൻ തൂഫാൻ പാലാ നിയോജക മണ്ഡലതല ഉദ്ഘാടനം പാലായിൽ നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പരിപാടിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ യൂത്ത് പവറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഏതോ ചിദ്രശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ മാഫിയയ്ക്ക് പിന്നിലുള്ളത്, ലഹരി മാഫിയയ്ക്ക് പിന്നിലുള്ളതെന്ന് സത്യമാണ്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയിലധികം ഡ്രഗ്സാണ് കേരളത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിന് തന്റെ ഉപയോഗം നേരിടാൻ തീരുമാനിച്ച് മുമ്പോട്ടിറങ്ങിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും എക്സൈസ് മന്ത്രി ലിജുവിനെയും വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീനെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുക. കാരണം നമ്മൾ കണ്ടു പത്രത്തിൽ TV-യിലൂടെയൊക്കെ പെരുമ്പാവൂരിൽ ആരും കടന്നില്ലാത്ത മാഫിയകളുടെ കൊട്ടക്കൊത്തരങ്ങൾ അടിച്ചു തകർത്ത് പോലീസ് എല്ലാവരും നോക്കിയെടുത്തുകൊണ്ട് കൊണ്ടുവന്ന് നമ്മൾ കാണുന്നു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു അധ്യക്ഷയായിരുന്നു. കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ രമ്യ S നമ്പൂതിരി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാലാ DYSP K സതൻ, പാലാ DDE C സത്യപാലൻ, കോട്ടയം DMO G മനോജ്, പാലാ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാർ, പ്രിൻസിപ്പൽ ഫാദർ റജി തങ്കമ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രഗത്ഭർ, വിവിധ സ്കൂളുകളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലഹരി വിൽപ്പനക്കാരുടെ വസ്തുവകകൾ കണ്ടെത്തി കണ്ടുകെട്ടാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഓപ്പറേഷൻ തൂഫാന് തുടക്കം.
മദ്യനയത്തിൽ ഇടത് സർക്കാരിനെ തെറ്റുപറ്റിയെങ്കിൽ അത് തിരുത്തുകയാണ് പുതിയ സർക്കാർ ചെയ്യേണ്ടതെന്ന് മുൻമന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രി VD സതീശൻ സെൽഫ് ഗോൾ അടിക്കുന്നു. കോട്ടയത്ത് വീണ്ടും ഭക്ഷ്യവിഷബാധ. ഉടുപ്പി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 4 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. നഗരസഭ ആരോഗ്യ വിഭാഗം ഹോട്ടൽ അടപ്പിച്ചു. അന്നേ ദിവസം 400ഓളം പേർ ഭക്ഷണം കഴിച്ചിരുന്നതായി ഹോട്ടൽ ഉടമ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ചെങ്ങളം SH സ്കൂളും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ ക്ലാസും റാലിയും ആവേശത്തോടെ കുട്ടികൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.